എല്ലാരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ ഉപ്പ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ ഉപ്പ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ശരിക്കും ഫ്രണ്ട്സിനായിട്ട് ട്രിപ്പൊക്കെ പോയേക്കണുണ്ട്. അന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാട്ടാ. നമ്മുടെ കൊച്ചിയിലുണ്ടല്ല എല്ലായിടവും ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കാറടിച്ചും മറ്റേ എൽദോന് സിനിമയിൽ എടുക്കാണ്ടി പോണ പോലെ പോണത്. പണ്ടൊക്കെ ഞങ്ങള് ഫാമിലിയൊക്കെ ചെറുപ്പത്തിൽ കൂടുമ്പോൾ ഞങ്ങളെ കുടുംബത്ത് ഒരു കാറേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ആ വണ്ടി കുത്തി നിറച്ച് കയറുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആള് ഇത് എല്ലാരും വീടുകളിലും ആയല്ല. നമ്മുടെ മക്കൾക്കൊന്നും അതിൻ്റെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വണ്ടി കിടന്ന് ഇടിപൊടി ബഹളവും ഒരു രീതിയിൽ സഹകരണ മനോഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് പറയും നാളെ നിങ്ങക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതെന്നിട്ട് എവിടെ എന്നെ മുട്ടരുത്, എന്നെ നോക്കരുത്, തട്ടരുത്, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടി പോണേക്കാം. പിന്നെ അധികം തിരക്കും ബഹളവും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ വന്നത്. ഫോർട്ട് കൊച്ചിയിൽ നല്ല തിരക്കായിരിക്കും ന്യൂ ഇയർ ടൈമിൽ. അതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കാണ് നമ്മൾ പോയത്. എൻ്റെ ഉമ്മ ഉള്ളപ്പോഴും നമ്മളിങ്ങനെ കറങ്ങാറുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് മക്കളൊക്കെ അടങ്ങിയിരുന്നോളും, വലിയ പ്രശ്നക്കാരില്ല. ഇത് നമ്മൾ ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. ചോദിക്കണൊക്കെ വാങ്ങിച്ചു കൊടുത്താണ്ടല്ല ഇത്രയും നല്ല മക്കളായിരുന്ന ഇതെന്ന് പറയുന്ന അമ്മ ആലോചിച്ചോ കേട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ കയറാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അത് ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ പോയി നോക്കി. എല്ലായിടവും ന്യൂ ഇയർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഫില്ലാണ്. പിന്നെയാണെങ്കിൽ കുറേ ഡിലേ ഉണ്ട്. അരമണിക്കൂർ 3/4 മണിക്കൂർ. ഈ മക്കളെയൊക്കെ ആയിട്ട് അത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെ പിന്നെ നമ്മുടെ കൊച്ചിയിൽ തന്നെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് ഐറ്റം നമ്മൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് എനിക്ക് പാനിപ്പൂരിനേലും ഇഷ്ടമുണ്ടല്ല. പാനിപ്പൂരിൻ്റെ തന്നെ വേറൊരു ഫ്ലേവറാണ് ദഹിപൂരി എന്ന് പറഞ്ഞിട്ട്. നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പം എവിടെ പോയി ഇത് കണ്ടാലും ഫസ്റ്റ് ഇതാ ട്രൈ ചെയ്യണത്. പിന്നെ നമ്മൾ കുറേ ഫുഡൊക്കെ എന്തൊക്കെയോ കഴിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും നല്ല അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, വരും ദിവസങ്ങളിൽ നമ്മളെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ.